നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ മന്ത്രാഭിവാദ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ശാക്തേയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നവർക്ക്, ചില അഭ്യുദയ കാംക്ഷികൾക്ക്, ചില ശിഷ്യന്മാരോട്, അതുപോലെ ശാക്തേയം എന്നൊരു ദർശനത്തെ ഇഷ്ടപ്പെടുന്നവരോട് കുറച്ച് കാര്യങ്ങൾ സംവദിക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പല വിഷയങ്ങളും ശാക്തേയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു സമയം കൊണ്ടോ ഒന്നും അവതരിപ്പിക്കാൻ സാധിക്കുന്നൊരു വിഷയമല്ല. അത് വലിയൊരു ശാസ്ത്ര ശാഖയാണ്. ഇപ്പോ എന്നോട് കുറച്ച് പേര് ചോദിച്ചതാണ്, ഈ ശാക്തേയ പദ്ധതിയിൽ അല്ലെങ്കിൽ ദേവിയെ ഉപാസന ചെയ്യുന്ന ഒരു മാർഗത്തിൽ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുരു ആവശ്യമാണോ എന്നുള്ളതാണ് ചിലർ ഉന്നയിച്ചൊരു പ്രശ്നം. അപ്പൊ അവര് അതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ചില വ്യക്തികൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗുരുവിൻ്റെ ആവശ്യമില്ല, അതുപോലെ നല്ല ഗുരു ഇന്ന് ഇല്ല, ഗുരുക്കന്മാരുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ഗുണസമ്പാദനത്തിന് മാത്രം ഇരിക്കുന്നവരാണ്. ഇത് പലർക്കും സംശയമാണ്. പിന്നെ അവർക്ക് പറയാനുള്ളൊരു ന്യായം, ശാസ്ത്രം അറിഞ്ഞോ ശാസ്ത്രം അറിയാതെയോ ദേവിയെ ഉപാസിച്ചാൽ ആ ദേവി അനുഗ്രഹിക്കുമെന്ന് പല കൃതികളിലും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. നമ്മളൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പല ഭക്തരും, അത് ഭക്തിയുടെ ഏറ്റവും ഉത്തമ സ്ഥാനത്ത് എത്തിയിട്ടുള്ളവരൊക്കെ തൻ്റെ സ്വതസിദ്ധമായ ഭക്തി കൊണ്ടൊക്കെ ഈശ്വരനെ ആരാധിക്കുകയും അവർക്കതിൽ സായുജ്യം പ്രാപിച്ചതായിട്ടുള്ള പല കഥകളും പല ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ശാക്തേയം എന്നൊരു വിഷയമാണ്. ഈ ശാക്തേയത്തിൽ പ്രധാനമായിട്ടും കൽപ്പിക്കുന്ന മൂർത്തികൾ ദശമഹാവിദ്യകളാണ്. അതിൽ തന്നെ ഇന്ത്യയിലൊട്ടാകെ പ്രചാരത്തിൽ ഉള്ളത് ശ്രീവിദ്യ എന്ന മാർഗമാണ്. അതുപോലെ മഹാകാളിയുടെ മാർഗമാണ്, ഭുവനേശ്വരിയുടെ മാർഗമാണ്, ചണ്ഡിക ദുർഗാ പരമേശ്വരിയുടെ മാർഗമൊക്കെയാണ്. ഇതൊക്കെ വളരെ രീതിയിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ മാർഗങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ദേവതയുടെ ഉപാസന നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു തരം ആളുകൾക്ക് ഗുരു ഇല്ലാതെ അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെയാലൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് അഭ്യസിക്കുകയോ എവിടെ നിന്നെങ്കിലും കണ്ടുപഠിക്കുകയോ അല്ലെങ്കിൽ കേട്ടു പഠിക്കുകയൊക്കെ ചെയ്യാം. അതിൽ തെറ്റൊന്നും പറയാൻ നമ്മളാളല്ല. കാരണം അവരുടെ ശരി എപ്പോഴും അവർക്ക് ശരിയായിരിക്കും, നമ്മളുടെ ശരി നമുക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ എപ്പോഴും ഒരു ഗുരു വേണം എന്നുള്ളതാണ്. ഇപ്പൊ ദേവിയുടെ ഉപാസനയിൽ ഒരു സ്തുതിക്കുന്നുണ്ട് ദേവിയെ. ത്രിപുരസുന്ദരി അല്ലെങ്കിൽ ലളിതാംബിക ശ്രീവിദ്യേനെ സ്തുതിക്കുന്നത് ഗുരു ക്രമ പുരസ്കൃത എന്നാണ്. അതിൻ്റെ അർത്ഥം സംസ്കൃത ശ്ലോകമാണെങ്കിലും സാമാന്യമായിട്ട് അത്യാവശ്യം അറിയുന്നവർക്കറിയാം.
ഗുരുവിൻ്റെ കർമ്മത്തിൽ പുരസ്കരിക്കപ്പെടുന്നവർ. അതെൻ്റെ ക്രമത്തിലല്ല, ഗുരുവിൻ്റെ ക്രമത്തിൽ. ആ ഗുരു അത് പുരസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ക്രമത്തിൽ. അദ്ദേഹം അത് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ക്രമത്തിൽ. അങ്ങനെ പല പല ഗുരുക്കന്മാരിൽ നിന്നും പല തലമുറകളുടെ കടന്നാണ് ഇങ്ങനത്തെ ഇതുപോലുള്ള ശാസ്ത്രീയമായ സാധനാ പദ്ധതികൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ച് വല്ല പുസ്തകങ്ങളിൽ നിന്നോ ഫോട്ടോ സ്റ്റാറ്റ് ഇതെടുത്തൊന്നും പഠിച്ചിട്ടല്ല ഇതൊന്നും ഇവിടെ നിലനിൽക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ചില ഗുരുക്കന്മാരിൽ നിന്നും ചില ഗുരു പരമ്പരകളിൽ നിന്നും, അതിനെ ഗുരു പരമ്പര എന്നൊക്കെ പറയും. ഒരു പാരമ്പര്യം. നമുക്ക് ഒരു മനുഷ്യന് പിതൃപരമായും മാതൃപരമായും ഒരു പാരമ്പര്യം ഉള്ളതുപോലെ സാധനാ മാർഗത്തിൽ പ്രവേശിച്ചാൽ ഒരു ഗുരു പാരമ്പര്യം, ഒരു ഗുരുവിൻ്റെ ക്രമം അത് നിലനിന്ന് വരുന്നുണ്ട്. ആ മാർഗത്തിൽ ഏത് ദേവതയാണ് ഉപാസിക്കുന്നത്, ഏതൊരു ശക്തിയെയാണോ ഉപാസിക്കേണ്ടത്, അതിന് കൃത്യമായിട്ടും ആ ഗുരുവിൻ്റെ മാർഗം, ആ ഗുരുവിൻ്റെ നിർദ്ദേശം, ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഒരു വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. തികച്ചും ഇത് ശാസ്ത്രീയമായത് കൊണ്ട് തന്നെ ഇതിൻ്റെ പല പദ്ധതികളും, അതായത് ഒരു ശാക്തേയ ഉപാസന എന്ന് പറയുമ്പോൾ പലരുടെയും ഇന്നത്തെ ധാരണ കേവലം ഒരു പൂജയാണ്, കേവലം ഒരു പൂജയുടെ അപ്പുറത്തേക്ക് അധികം പേരൊന്നും ചിന്തിക്കുന്നില്ല. കേവലം ഒരു പൂജ ആവർത്തിക്കുക, അത് മാത്രമാണ് ശാക്തേയം എന്നൊരു വലിയൊരു ധാരണ പലരിലും നിലനിൽക്കുന്നുണ്ട്. പൂജ എന്നത് തന്ത്രശാസ്ത്രപ്രകാരം, തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും താഴെയുള്ള സോപാനമാണ്, ഏറ്റവും താഴെയുള്ള പടിയാണ് പൂജ എന്നുള്ളത്. പൂജ എന്നുള്ളത് തന്നെ പറയുന്നത്, സാമാന്യമായി പറയുന്നത് ഉപാസനാദാർഢ്യം സംഭവിക്കാനുള്ള ഒരു മാർഗമാണ്. ഉപാസനയിൽ സ്ഥിരത സംഭവിക്കുക, അതിന് പൂജ ഒരുപാട് ഉപകരിക്കും. ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധനാ മാർഗങ്ങളിൽ മന്ത്രം കൊണ്ട്, മന്ത്രശാസ്ത്രം, തന്ത്രത്തിൻ്റെ വിഭാഗത്തിൽ പറയും മന്ത്രസങ്കേതം, അതായത് മന്ത്രത്തിൻ്റെ ജപം, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ. നമ്മൾ സാമാന്യം കേൾക്കുന്ന എന്താണ് ഒരു മന്ത്ര ജപം എന്ന് പറഞ്ഞാൽ, മന്ത്രം ഒരു ക്ലിപ്ത സംഖ്യ നിത്യവും ജപിക്കുക. അതിലുപരിയായിട്ട് പുരസ്ചരണത്തെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ പുരസ്ചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾ ചെയ്യുക, മന്ത്രം അക്ഷരലക്ഷം ജപിക്കുക, ഹോമം ചെയ്യുക, തർപ്പണം ചെയ്യുക, മാർജനം ചെയ്യുക, അങ്ങനെ പോകുന്ന വഴികൾ. ഇതൊക്കെ ഇതിൻ്റെ തുടക്കമായ വഴികളാണ്. കാരണം ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഒരു 30 വർഷത്തോളമായി നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് നമുക്ക് പോലും അതിൻ്റെ ഒരു പരിധിയിൽ വിട്ടിട്ട് ലംഘിക്കാനോ ഒരു പരിധിയിൽ ഉയർന്നു നീങ്ങാനോ സാധിക്കുന്നില്ല. അതും ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ നിർദ്ദേശം അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അറിയില്ലായിരുന്നു ചെയ്യാനായിട്ട്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ സമൂഹ മാധ്യമല്ല, എഴുത്തുകൾ വായിക്കാൻ കിട്ടാനില്ല, ചുരുങ്ങിയ 1-2 ഗ്രന്ഥങ്ങളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ
നമ്മുടെ വിരലൊന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപാസനയുടെ ഏത് മാർഗവും നമ്മുടെ കൺമുമ്പിൽ വരികയാണ്. അമ്മ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗുരുവിന്റെ അനിവാര്യതയാണ്. ഇപ്പൊ എൻ്റെ പക്ഷത്തില് എന്നോട് ചോദിച്ച വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ശാക്തേയം അല്ലെ ദേവി ഉപാസന, ഇതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇപ്പൊ ശാക്തേയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഊന്നിക്കൊണ്ടുള്ള സാധന മാത്രമാണ് ശരിയെന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. ഈ ശാക്തേയത്തിൽ പല പല മാർഗങ്ങളുണ്ട്. കുലാചാരത്തിൽ തന്നെ ശാക്തേയുണ്ട്. ഭദ്രകാളിയെ ആചരിക്കുന്നുണ്ട്, കാളിയെ ആചരിക്കുന്നുണ്ട്, പല ദേവതകളെയും ശാക്തേയത്തിൽ ആചരിക്കുന്നുണ്ട്. അത് ഏത് മാർഗമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഗുരു എന്ന് വിളിക്കാം, ആചാര്യൻ എന്ന് വിളിക്കാം, എന്തും വിളിക്കാം, പല പേരും വിളിക്കാം, ടീച്ചർ എന്ന് വിളിക്കാം, എന്തും വിളിക്കാം. ആ വ്യക്തി അത് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമുക്കത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ കുറെ സാഹചര്യങ്ങളും അതിന് കുറെ അനുഷ്ഠാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു വിദ്യ ആണെങ്കിലും അങ്ങനെയാണ്. അറിയുന്ന ഒരാൾ നമുക്ക് അത് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കതിലൊരു വലിയ കേടുപാടുകൾ കൂടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മറിച്ച് നമ്മൾ പുസ്തകം വായിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മളൊരു വിദ്യ പ്രയോഗിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അതിൽ പല അപാകതകളും സംഭവിക്കാം, പല വീഴ്ചകളും സംഭവിക്കാം. ഒരു സാധാരണ ഭൗതികമായ വിദ്യയിലാണെങ്കിൽ പോലും. അപ്പോ ശ്രീവിദ്യ പോലുള്ള ആത്മീയ വിദ്യകൾ അതൊരിക്കലും കേവലമായിട്ടുള്ള ഒരു മന്ത്ര സാധനയോ കേവലമായിട്ടുള്ളൊരു ദേവതാ സാധനയോ അല്ല. മന്ത്രത്തിന്റെ പേര് തന്നെ ബ്രഹ്മവിദ്യ എന്നാണ്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും ഉത്തമമായി, അതിൻ്റെ ഫലശ്രുതികളിൽ തന്ത്രത്തിന്റെ ഇതുകളിലൊക്കെ പറയും, ഒരു മനുഷ്യന്റെ ഏറ്റവും പൂർണ്ണമായ ജന്മാവസ്ഥയിലാണത്രേ മഹാവിദ്യകളിലേക്ക് പ്രവേശനം കിട്ടുക. അതുവരെ മഹാവിദ്യക്ക് താഴെയുള്ള വിദ്യകൾ പലതും പരിശീലനം ചെയ്തിട്ടാണ് മഹാവിദ്യയിലേക്ക് വരിക. ആ മഹാവിദ്യ പോലുള്ള വിദ്യയുടെ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വരും. ഇപ്പൊ തന്നെ പല ആളുകളും ശാക്തേയത്തെ നിർവചിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല വ്യക്തികളും ശാക്തേയത്തെ നിർവചിക്കുന്നത് ശൈവത്തെ കൂട്ടുപിടിച്ചിട്ടാണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, ഷൺമതങ്ങള്, അതിൽ പ്രധാനമായിട്ട് ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഇത് മൂന്ന് വിഭാഗം തന്നെയാണ്. വൈഷ്ണവം വൈഷ്ണവമാണ്, ശൈവം ശൈവമാണ്, ശാക്തേയം ശാക്തേയമാണ്. ഈ ശാക്തേയത്തെ സ്ഥാപിക്കാൻ ശൈവത്തെ കൂട്ടുപിടിക്കുന്ന ഒരു രീതി അത് പലരും കണ്ടിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണത്. എന്തുകൊണ്ടാണ് ശാക്തേയത്തെ സ്ഥാപിക്കാൻ ശൈവത്തെ ഉദ്ധരിക്കേണ്ടി വരുന്നത്? ശാക്തേയത്തെ കുറിച്ച് പറയുമ്പോൾ അതാതോ ശക്തി ജിജ്ഞാസ, ശക്തിയെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് സാധകനിൽ ഉണരുന്നത്. വേദാന്ത ദർശനത്തിൽ ബ്രഹ്മജിജ്ഞാസയും മീമാംസയിൽ ധർമ്മജിജ്ഞാസയും ശാക്തേയത്തില് ശക്തി ജിജ്ഞാസയുമാണ് പറയപ്പെടുന്നത്. ഒരു ശാക്തേയ സാധകനിൽ വരുന്നത് ശക്തി ജിജ്ഞാസയാണ്, അതൊരിക്കലും അവിടെ ശൈവ ജിജ്ഞാസ വരുന്നില്ല. ശാക്തേയത്തിന്റെ നിർവചനത്തിൽ
ഇടയ്ക്കെപ്പോഴോ വന്നു ചേർന്ന ഒരു പ്രതിഭാസമാണ് ശൈവത്തിന്റെ സ്വാധീനം. അത് ദർശനം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ദർശനം അവതരിപ്പിക്കുമ്പോൾ അതിൽ പല ശാസ്ത്രീയ വശങ്ങളെയും ഉൾക്കൊള്ളിക്കും. ഇത് സംസ്കൃതം അറിയാതെ, സംസ്കൃതം എന്ന ശാസ്ത്രത്തിന്റെ വ്യത്യസ്ത മേഖലകൾ അറിയാതെ, കേവലം സംസ്കൃതം എന്നൊരു ഭാഷ മാത്രമല്ല, ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സർവശാസ്ത്രങ്ങളും രചിക്കപ്പെട്ടുള്ള സംസ്കൃതത്തിലാണ്. അപ്പൊ ആ അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃത ഭാഷാശാസ്ത്രം. ആ ശാസ്ത്രത്തിലെ പല വിഭാഗങ്ങളെയും കുറിച്ച് അറിയാതെയാണ് പലരും ശാക്തയത്തെ നിർവചിക്കുന്നത്. ശാക്തയത്തെ നിർവചിക്കുമ്പോൾ ഈ ഒരു അബദ്ധം സംഭവിക്കുക, അത് കൃത്യമായ ഗുരുവിൻ്റെ നിർദ്ദേശമില്ലാതെ പഠനം നടത്തുന്നതുകൊണ്ടാണ്. ഗുരുവിന്റെ നിർദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ ശാക്തേയന് ശക്തിയുടെ ജിജ്ഞാസയെ വേണ്ടു. ശൈവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ വേണ്ട. ഇത് കേവലം ചെറിയ വിഷയങ്ങളെയും തൊട്ട് ആരംഭിക്കുകയാണെങ്കിൽ തന്നെ ഈ വിഷയം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തലയിൽ കയറില്ല. ആദ്യം നമുക്ക് ശാക്തേയത്തിന്റെ ആരംഭം, ശാക്തേയം എന്ത്, ശാക്തേയം എങ്ങനെ, ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഒപ്പം തന്നെ വൈഷ്ണവം എന്ന് പറയുന്ന പദ്ധതി എന്ത്, ശൈവം എന്ന് പറയുന്ന പദ്ധതി എന്ത്, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പല പൂർവിക കൽപ്പനകളെയും സ്വീകരിച്ചുകൊണ്ട് പലരും ശൈവശാക്തേയം എന്നുള്ളൊരു മൊഴി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശൈവം ഏറ്റവും ശ്രേഷ്ഠമായതാണ്, അത് അതിൻ്റെ വഴിക്ക് നിൽക്കട്ടെ. ശാക്തേയനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് അതിൻ്റെ വഴിയിൽ അവതരിപ്പിക്കണം. ആ ഒരു ശ്രമമാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. അപ്പം ഇന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു ശാക്തേയം എന്നൊരു മാർഗത്തിൽ, ശാക്തേയ പൂജയല്ല കേട്ടാ, മകാരം വെച്ചുകൊണ്ട് ഒരു ചെയ്യുന്ന പൂജാവിധാനം പോലും അല്ല. അതും ശരിക്കും ഒരു ഗുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യത ഉണ്ടാവും. അതിലും ഗുരു ഇല്ല, നിർദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ അതിലും പല അബദ്ധങ്ങളും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശാക്തേയത്തിന്റെ ഏറ്റവും താഴ്ന്ന പടി തുടങ്ങി ഏറ്റവും മുകളിലേക്കുള്ള സോപാനങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും ഗുരു ഉണ്ട് എങ്കിൽ, ഗുരുവിന്റെ നിർദ്ദേശം ഉണ്ട് എങ്കിൽ അത് വളരെ ഗുണകരം തന്നെയാണ്. ഈ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ, ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ഉള്ള ചില പ്രത്യേക നിയമങ്ങൾ ശ്രദ്ധിക്കണം. അതാരെങ്കിലും നമ്മൾ താഴ്ത്തിക്കെട്ടുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉയർത്തിക്കാട്ടുന്നതിനോ ഒരിക്കലും ഉപയോഗിക്കുന്നതല്ല. ഒരു ഗുരുവിനെ നമുക്ക് സ്വീകരിക്കാൻ നമ്മളുടെ ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ച് കണ്ടെത്താം. ഒരു ഗുരുവിനെയും സ്വീകരിക്കണം, അല്ല ഇന്ന ഗുരുവിനെ സ്വീകരിക്കണം എന്നൊന്നും ഇല്ല. നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മളുടെ ചിന്തകൾക്ക് അനുയോജ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്നാണ് ഈ ശാക്തേയത്തിന്റെ മാർഗത്തിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് ഞാൻ നിർത്താം. ശാക്തേയത്തിൽ ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം പറയുന്ന ചില വിഷയങ്ങളുണ്ട്, പ്രത്യേകം പറയുന്നൊരു വിഷയമുണ്ട്. അതിവൃദ്ധനായ ഗുരുവിനെ സ്വീകരിക്കരുത്.
ചിലപ്പോൾ ആ ഗുരു സിദ്ധനായിരിക്കാം, യോഗ പദവിയിലെത്തിയിരിക്കുന്നതായിരിക്കാം. പക്ഷെ അദ്ദേഹം അതിവൃദ്ധനാണെങ്കിൽ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കരുത്. പിന്നെ പറയുന്നത് അതിബാലനായ ഗുരുവിനെ സ്വീകരിക്കരുത്. അതിബാലൻ, പ്രായം വളരെ കുറവ്, ലോകപരിചയം, പക്വത ഇതൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ആ തരത്തിലും ഒരു ഗുരുവിനെ സ്വീകരിക്കരുത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടുതൽ വിശദമായ കാര്യങ്ങളുണ്ട്. അതിനി അടുത്ത ഒരു വിഷയത്തിൽ ഞാൻ സംസാരിക്കാം. ഇന്ന് ഈ ഒരു ചോദ്യം പലരും നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ തന്നെ മെസ്സഞ്ചറിൽ കൂടെ ഒക്കെ എന്നോട് ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഗുരുവിനെ സ്വീകരിക്കാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയല്ല ഗുരു. അപ്പൊ ആ ദക്ഷിണാമൂർത്തിയെ വിചാരിച്ച് ഞാനൊരാളെ നേരിട്ട് പരിചയപ്പെട്ടു. ദക്ഷിണാമൂർത്തിയെ ഗുരുവായി വരിച്ചിട്ട് ശ്രീചക്രത്തിൽ പൂജ ചെയ്യുകയാണ് അദ്ദേഹം. കുറെ കാലങ്ങളായി അദ്ദേഹം കാണിപ്പയ്യൂരിന്റെ ശ്രീചക്ര പൂജ എന്ന സപരിവാരം പൂജയുണ്ട്. ആ പൂജ വെച്ച് ദേവിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഗുരു അപ്പൊ എങ്ങനെയത് പഠിച്ചത്? അത് ആള് ഗുരുവിനെ ദക്ഷിണാമൂർത്തിനെ മനസ്സിൽ വിചാരിച്ചു. ശരിയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയാണ്, അതിലൊരു തെറ്റും ഞാൻ പറയുന്നില്ല. മറിച്ച് ഒരു ശാസ്ത്രീയമായ രീതിയിൽ മഹാവിദ്യാ മാർഗത്തിൽ ശ്രീവിദ്യ അല്ലെങ്കിൽ മഹാവിദ്യകൾ അഭ്യസിക്കുകയാണെങ്കിൽ ഗുരു നിർബന്ധമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും ശ്രവിച്ചതിന് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.